എല്ലാവർക്കും സാരസ് ഫുഡ് ഗാലറിയുടെ പൊന്നോണാശംസകൾ. അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറ്റും, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബാംഗങ്ങൾക്കും അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓണാട്ടുകരയുടെ ഒരു അത്ഭുതകരമായ, എന്താ പറയാ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പലഹാരങ്ങളാണ്, പക്ഷെ അത്ഭുതകരമായ ഒരു ഓണക്കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൊറോണയ്ക്കാണ് എല്ലാവർക്കും അതുപോലെ, എന്താ പറയാ, പഴയതുപോലെ കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഓണമൊക്കെ എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല അല്ലെ. പക്ഷേ നമ്മൾ നമ്മുടെ വിഭവങ്ങൾക്കൊന്നും അങ്ങനെ അങ്ങോട്ട് കുറവ് വരുത്തല്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓണാട്ടുകരയുടെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓണാട്ടുകരയുടെ ഓണ വിഭവങ്ങൾ, അതായത് നമ്മുടെ ചോറിന് വിളമ്പുന്ന വിഭവങ്ങളല്ല, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ കല്യാണം കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ഓണം നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കില്ല, ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുക, ഞങ്ങളുടെ വീട്ടിലോട്ടോ സാധാരണ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഉപ്പേരി, ശർക്കര വരട്ടി, ചേമ്പ്, ചേന, ഇത്ര സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയധികം വിഭവങ്ങൾ ഞാൻ കാണുന്നത്. അയ്യോ, ശരിക്കും പറ, ഫസ്റ്റ് തന്നെ പേടിച്ചു, ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഓണത്തിന്റെ 4 ദിവസം, 1 മുതൽ 4 വരെയുള്ള ഓണത്തിന്റെ അന്ന്, ഓണങ്ങളുടെ അന്ന് ഉണ്ടാക്കുക. വൈകിട്ട് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന വിഭവങ്ങളല്ലാണ്ട് അന്ന് വൈകിട്ടും കുറേ സാധനം ഉണ്ടാക്കും. വട, പരിപ്പട, ഉഴുന്നുവട, അന്ന് വേണ്ട ആകെ ഒരു ബഹളമയായിരിക്കും. മൊത്തത്തിലൊരു, എന്താ പറയുക, എണ്ണപ്പലഹാരങ്ങളുടെ ഒരു എന്താ പറയുക, ഓണമാണ്. എണ്ണപ്പലഹാരങ്ങളുടെയും കൂടെ ഓണമാണ്. നമ്മുടെ സദ്യക്ക് പുറമേയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ വിഭവങ്ങൾ. ഇതിലും കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം അച്ചപ്പം അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത്തവണ ഈ ഓണത്തിന് ഉണ്ടാക്കിയ വിഭവങ്ങളാണ്. നമ്മൾ ഓരോ ഓണത്തിനും വെറൈറ്റീസ് ഉണ്ടാക്കും. അപ്പൊ മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ ഉപ്പേരി, ഇപ്പൊ ഉപ്പേരി എന്നത് 2 സൈസായിട്ട് വറക്കാറുണ്ട്. പിന്നെ ശർക്കര വരട്ടി, ഉപ്പേരി ശർക്കര വരട്ടി ഇല്ലാത്ത എന്ത് സദ്യ അല്ലെ. പിന്നെ ചീനി കൊണ്ടുള്ള ഉപ്പേരിയാണ്. ഇതൊക്കെ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. മധുരസേവ, ചീട, ഇതൊക്കെ മസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ എന്താണ്, മുറുക്ക്, ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. പിന്നെ ചേമ്പുപ്പേരി, ഇത് ഡയമണ്ട് നമ്മൾ പറയില്ല, നമ്മൾ ഒരു ചെറിയ ബേക്കറി നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഇതൊക്കെ ഇഷ്ടം പോലെ വരക്കും. നമ്മുടെ വീട്ടിലവർക്ക് കഴിക്കുന്നതല്ലാണ്ട് വരുന്നവർക്ക് കഴിക്കാൻ കൊടുക്കും. കൊച്ചുകുട്ടികളൊക്കെ കളിക്കാനും ഒക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, ഓണമാകുമ്പോൾ എല്ലാവരും വരുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കൊടുക്കാറുണ്ട്. ഇത് പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ. കുഞ്ഞിനിഷ്ടമായതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് പക്കാവിട, ഇതൊരു എരിവുള്ള ഒരു, എന്താ പറയുക, വറക്കുന്ന സാധനത്തിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മധുരസേവയുടെ തന്നെ എരിവുള്ള ഒരു വെർഷനാണിത്. ഇത്രയും സാധനങ്ങളാണ് ഇത്തവണ ഓണത്തിന് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ എണ്ണി നോക്കി എത്ര എണ്ണം ഉണ്ടെന്ന്. 12 എണ്ണം അല്ലേ. അപ്പം ഓരോ വീട്ടിലും ഇതിന്റെ അളവ് കൂടുകയോ കുറയാറില്ല, ഇതിൽ കൂടുകയോ അല്ലെങ്കിൽ ഇതിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഓണാട്ടുകര ഓണത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതിന്റെ ഒരു, എന്താ പറയാ, ഒരു ഓണത്തിന്റെ ആ ഒരു മുമ്പേ തുടങ്ങുന്ന ഒരുക്കങ്ങളുടെ ആ ഒരു, എന്താ പറയാ, എത്ര ദിവസം മുമ്പ് തുടങ്ങുന്നതാണെന്നറിയോ ഇതൊക്കെ. ഓണത്തിന് മുമ്പേ, അതായത് നമ്മൾ ഏകദേശം ഓണത്തിന് ഒരു 10-15 ദിവസം മുമ്പേ തുടങ്ങും ഈ അരിയലും വറുക്കലും. മധുരസേവയ്ക്കാണെങ്കിൽ കടലമാവ് കുഴക്കല്, അങ്ങനെ വേണ്ട അങ്ങ് ആ ഒരു ഓണം നേരത്തെ അങ്ങ് തുടങ്ങുകയാണ്. ഓണാട്ടുകരയിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം വറുത്ത് വെക്കുക. പിന്നെ അന്ന് തൊട്ട് നമ്മൾ കുറച്ച് കഴിച്ചു തുടങ്ങും. ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ പറയണ്ട, ഫുൾ ഇതായിരിക്കും. അപ്പം നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ പല വ്യത്യസ്തങ്ങളുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ടാവും ഓണങ്ങളെ കുറിച്ചിട്ടല്ലേ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ അല്ലെ, ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന സദ്യയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ഞെട്ടല് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊരു പലഹാരങ്ങളുടെ നാട്ടിലേക്കാണ് ഞാൻ വന്നത്. അപ്പം എല്ലാവർക്കും ഒരു
നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.